First, we'll see what is a primary market. നമ്മുടെ കഴിഞ്ഞ മൊഡ്യൂൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Primary market is also called new issue market. It is a market where securities are traded for the first time. ആദ്യമായിട്ട് നമ്മൾ സെക്യൂരിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂ ഇഷ്യൂ, ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റ്. So these include securities which were not previously available for trade and include securities that are offered for the very first time. ഇത് കമ്പനി ഡയറക്റ്റ്ലി ഫണ്ട് പ്രൊക്യൂർ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. അതിൻ്റെ പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് വേണം, ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ടും പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ ഓഫ് കോഴ്സ് പാൻ കാർഡ് വേണം, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങളെല്ലാം വേണം സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസ് ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ, ബാങ്കിൽ നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണം. ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ആരുടെ അടുത്ത് നിന്ന് എടുക്കും? സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസ് ലൈക്ക് ജിയോജിത്ത്, സെറോദ, ഗ്രോ, അങ്ങനെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസിൻ്റെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടാണ് പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദ മേജർ ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് ആർ ഒറിജിനേഷൻ, അണ്ടർറൈറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും വരുന്ന പാർട്ടിൽ. നൗ അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഫസ്റ്റ് ടൈമാണ് പുതിയ സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനീസിന് പൈസ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ദാറ്റ് ഇസ് ഇറ്റ് ഹെൽപ്സ് ഇൻ റേസിംഗ് മണി ഫ്രം ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആൻഡ് പ്രൈമറി മാർക്കറ്റിൽ ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ആണ്, അതായത് കമ്പനിയും ബയേഴ്സും തമ്മിൽ, ഇൻവെസ്റ്റേഴ്സും തമ്മിൽ ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ആണ്. റെഗുലേഷൻ, ആര് പറഞ്ഞ റെഗുലേഷൻ? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്റർ. സെബി പറഞ്ഞ റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ആൻഡ് യൂഷ്വലി നമുക്കൊരു സാധനം ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് പ്രൈസ് ഫിക്സ് ചെയ്യണം അല്ലേ? പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സ് ഇപ്പം യൂഷ്വലി ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. എന്താ ബുക്ക് ബിൽഡിംഗ് എന്നുള്ളത് പറയാം. ഇവിടെ ട്രേഡിംഗ് ഇല്ല, ഇൻവെസ്റ്റിംഗ് ഉള്ളൂ. ട്രേഡിംഗ് എവിടെയാണുള്ളത്? സെക്കൻഡറി മാർക്കറ്റിലാണ് ഉള്ളത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും നിരന്തരമായിട്ട് ചെയ്യുന്നതാണ് ട്രേഡിംഗ്. ആൻഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ടേമിലേക്ക് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റിംഗ്. ഹോപ്പ് യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. ഇവിടെ ബോത്ത് ഇൻഡിവിജ്വൽസ് ആയിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ SBI പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും രണ്ടുപേർക്കും എന്ത് ചെയ്യാം? ഈ പ്രൈമറി മാർക്കറ്റിൽ ഷെയർ അല്ലെങ്കിൽ അതർ സെക്യൂരിറ്റീസ് വാങ്ങാം. സോ ദീസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. ഇനി പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിൽ ഡിഫറൻസ്, നമുക്ക് മെയിൻ ഡിഫറൻസ് അറിയാം. പ്രൈമറി മാർക്കറ്റിൽ ഫസ്റ്റ് ടൈമാണ് സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുന്നത്. ഈ പ്രൈമറി മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് എവിടെ ട്രേഡ് ചെയ്യുന്നത്? സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആണ് സെക്കൻഡറി മാർക്കറ്റിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സെക്കൻഡറി മാർക്കറ്റ് ഇസ് ഓൾസോ കോൾഡ് ആഫ്റ്റർ മാർക്കറ്റ് ഓർ ഷെയർ മാർക്കറ്റ്. ഹിയർ പ്രൈമറി മാർക്കറ്റ് ഇസ് ഓൾസോ കോൾഡ് NIM, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഇവിടെ മെയിൻലി IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആൻഡ് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ്, അതെന്താണെന്ന് പറയും, അതാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയും. ഇവിടെ ഷെയർ, ഡെറിവേറ്റീവ്സ് അതൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ദിസ് ഇസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ട്രേഡ് ആണ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇത് ട്രേഡിംഗ് ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഒരു വട്ടം മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എത്ര തവണ വേണമെങ്കിലും ഇൻവെസ്റ്റിങ്ങും ട്രേഡിങ്ങും ഒക്കെ ചെയ്യാം. ഇവിടെ ഡയറക്റ്റ്ലി ആണ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ദെംസെൽവ്സ് ആണ്. ഇവിടെ മെയിൻ ബെനിഫിഷ്യറി കമ്പനിയാണ്, ഇവിടെ ഇൻവെസ്റ്റേഴ്സ് അവർ തന്നെയാണ്. നമ്മൾ യൂഷ്വലി ഒരു കമ്പനിയിൽ ഇപ്പം നമ്മളിപ്പം ഒരു കമ്പനി പുതിയതായിട്ട് പ്രൈമറി മാർക്കറ്റിൽ വന്നു, അത് നല്ലതാണോ എന്ന് നമ്മൾ നോക്കുന്നത് ആ കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. നിങ്ങൾ കമ്പനി അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചിട്ടുണ്ട്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനീൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സാധനങ്ങളാണ്. ആ കമ്പനിയുടെ പ്രോസ്പെക്ടസ്, പിന്നെ അതുപോലെ തന്നെ പബ്ലിസിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൊക്കെ നിങ്ങൾ പഠിക്കും. പ്രൈസ് ഏർണിംഗ് റേഷ്യോ, പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റേഷ്യോസ് ഉണ്ട്. ആ റേഷ്യോസിന്റെ ബേസിലാണ്. ആ റേഷ്യോസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ PE റേഷ്യോ കാണണമെങ്കിൽ PE റേഷ്യോ ഓഫ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ആപ്പ് ഉണ്ടാവും, ആ ആപ്പിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാലും കിട്ടും.
ഇവിടെ അണ്ടർ റൈറ്റേഴ്സ് ആണ് ഇന്റർമീഡിയറീസ് ആയിട്ട് നിൽക്കുന്നത്, ഇവിടെ ബ്രോക്കേഴ്സ് ആണ്. അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന് പറയാം. പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ എക്സ്പാൻഷൻ, ഇവിടെ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ യൂഷ്വലി നമ്മുടെ സാധനങ്ങൾ ബൈ ആൻഡ് സെൽ ചെയ്യുന്നത്. ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് യൂഷ്വലി ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിലാണ്. പ്രൈമറി മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഓർഗനൈസേഷൻ സെറ്റപ്പ് ഇല്ല. ഇവിടെ ഓർഗനൈസേഷൻ പ്രസൻസ് ഉണ്ട്. എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് സെക്കൻഡറി മാർക്കറ്റ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് രണ്ടിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇഷ്യൂ ചെയ്യുന്നത് സെബി ആണ്. പിന്നെ കൂടാതെ ഇവിടെ കമ്പനീൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൂടെ കുറച്ച് നോക്കും. ഇവിടെ മെയിൻലി ഇൻവെസ്റ്റേഴ്സിനെയും ബ്രോക്കേഴ്സിൻ്റെയും സെബീൻ്റെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. എന്തായാലും രണ്ടിനെയും പ്രൈമറി മാർക്കറ്റിനെയും സെക്കൻഡറി മാർക്കറ്റിനെയും ഓവറോൾ റൂൾസ് ഗൈഡ് ചെയ്യുന്നത് സെബി ആണ്. സോ ദീസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ്. Now let's see the main functions of primary market. 4 main functions ആണ്: origination, propagation, underwriting and distribution. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഒറിജിനേഷൻ മീൻസ് നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ഒറിജിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇഷ്യൂ ചെയ്യണം, ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് എന്താണ്, ഇഷ്യൂ ചെയ്താലും നല്ലതാണോ അതോ മോശമാണോ, എത്ര പൈസക്ക് ഇഷ്യൂ ചെയ്യാം, അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് എപ്പോൾ ഇഷ്യൂ ചെയ്യാം, എത്ര പ്രൈസിന് ഇഷ്യൂ ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ഇഷ്യൂ ചെയ്യണം, അങ്ങനെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഒറിജിനേഷൻ. ദിസ് ഇസ് യൂഷ്വലി ഡൺ ബൈ മെർച്ചന്റ് ബാങ്കേഴ്സ്. മെർച്ചന്റ് ബാങ്കേഴ്സിന് നമ്മൾ ഇത് ഏൽപ്പിക്കും. മെർച്ചന്റ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരെ ഏൽപ്പിച്ചിട്ട് അവരടുത്ത് പറയും, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു പുതിയ കമ്പനിയാണ്, എനിക്ക് എന്ത് ചെയ്യണം, ആദ്യമായിട്ട് പ്രൈമറി മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം, എൻ്റെ കമ്പനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ എൻ്റെ പേര് വരണം, പ്രൈമറി മാർക്കറ്റിൽ വരണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആരടുത്ത് പോകും, ഒരു മെർച്ചന്റ് ബാങ്കർ അടുത്ത് പോയിട്ട് ഇപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ യൂഷ്വലി IPO ആണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിനാണ് യൂഷ്വലി എല്ലാ കമ്പനീസും പോവുക. അതെന്താണെന്ന് പറയാം. എനിക്ക് പ്രൈമറി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടണം എന്നുണ്ട്, അപ്പം ഇപ്പം കറക്റ്റ് ടൈമാണോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ മെർച്ചന്റ് ബാങ്കേഴ്സിൻ്റെ അടുത്ത് ഏൽപ്പിക്കും. Now മെർച്ചന്റ് ബാങ്കേഴ്സ് വിൽ ഇവാലുവേറ്റ് ദ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് പ്രിവെയിലിംഗ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒറിജിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അനാലിസിസ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ന്യൂ ഇഷ്യൂ പ്രപ്പോസൽസ്. അങ്ങനെ ഇൻവെസ്റ്റിംഗ് ക്ലൈമറ്റ് ഒക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞു, ടൈം ഫിക്സ് ചെയ്തു, പ്രൈസ് ഫിക്സ് ചെയ്തു. പ്രൈസ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ ചിലപ്പം ഇൻവെസ്റ്റേഴ്സ് തന്നെ ഫിക്സ് ചെയ്യാം, അല്ലാത്ത രീതിയിൽ ഫിക്സ് ചെയ്യും. ഇതൊക്കെ നോക്കി ഏകദേശം ഒരു ധാരണയാക്കി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫംഗ്ഷനാണ് വരുന്നത് പ്രൊപ്പഗേഷൻ. So propagation means educating investors about the features of the issue. അതായത് ഇൻവെസ്റ്റേഴ്സിലേക്ക് നമുക്ക് വെറുതെ ടൈമും കാര്യങ്ങളും മാത്രം എന്താ പറയുക ഡിസൈഡ് ചെയ്താൽ മതി പോരല്ലോ, അതിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടണം. ഇതിൽ ആര് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റേഴ്സിനെ കിട്ടണം. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിലേക്ക് ഇത് എത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് മോഡലാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. Educating investors about the features of issue and investment opportunities available is called propagation. It usually it involves steps and strategies to ensure that new securities reach a broad audience, and it is done with the help of advertisement, press release, by using social and electronic media. The usually issue of prospectus comes subsequent propagation work. Propagation work കഴിഞ്ഞിട്ടാണ് യൂഷ്വലി ഒരു കമ്പനീസൊക്കെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. ദ തേർഡ് ഫംഗ്ഷൻ ഇസ് അണ്ടർറൈറ്റിംഗ്. ഇപ്പോൾ ചില കമ്പനീസ് അണ്ടർറൈറ്റ് ചെയ്യും, ചില കമ്പനീസ് അണ്ടർറൈറ്റിംഗ് ചെയ്യില്ല, ചില കമ്പനീസ് ഡയറക്റ്റ്ലി ഡിസ്ട്രിബ്യൂഷനിൽ പോകും. പക്ഷെ ഒരുവിധം കമ്പനീസ് ഒക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അണ്ടർറൈറ്റിംഗ് ആണ്. അണ്ടർറൈറ്റിംഗ് മീൻസ് ഇത് ചെയ്യുന്നത് അണ്ടർറൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരാണ്. സോ അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്യാരണ്ടി ഓഫ് ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് വെദർ ഇൻവെസ്റ്റേഴ്സ് സബ്സ്ക്രൈബ് ഇറ്റ് ഓർ നോട്ട്. ഒരു കമ്പനി 5 ലക്ഷം രൂപ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി മാർക്കറ്റിൽ 5 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ 5 ലക്ഷം രൂപ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല, പബ്ലിക് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം എന്ത് ചെയ്യും, കമ്പനി അണ്ടർറൈറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് എൻ്റെ പബ്ലിക് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ 5 ലക്ഷം രൂപ വാങ്ങണം എന്ന് പറയും.
അവർ ഓക്കെ വാങ്ങിക്കാമെന്ന് പറയും. ഗ്യാരണ്ടിയാണ് എന്ത് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി whereby the underwriter agrees to issuing company that they would purchase a certain number of shares. ഈ പ്രോസസ്സിന് ചെയ്യുന്ന ആൾക്കാരാണ് അണ്ടർ റൈറ്റേഴ്സ്. ആരും വെറുതെ ഒന്നും ചെയ്തു കൊടുക്കില്ല. ദേ ചാർജ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഓൺ ദാറ്റ്. യൂഷ്വലി ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് അല്ലെങ്കിൽ വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുക, അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇപ്പൊ ഇന്ത്യയിലെ അണ്ടർ റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ LIC, ലൈഫ് ഇൻഷുറൻസ്, IDBI, IFCI, ICICI, UTI, ഇവരൊക്കെ അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സ് ചെയ്യും. ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെന്റ്സ് ഉണ്ട്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കമ്പനിയുടെ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഏറ്റെടുക്കും. ആ ഒരു ഗ്യാരണ്ടിയാണ് അണ്ടർ റൈറ്റിംഗ്. there are different types of underwriting. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് വളരെ ഈസിയാണ്. ഫസ്റ്റ് വൺ ഇസ് ഫേം അണ്ടർറൈറ്റിംഗ്. ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേർ an underwriter agrees to buy a definite number of shares or debenture in addition to what he has already promised in the underwriting agreement. ഈ എഗ്രിമെന്റ് ആയിട്ടുള്ള സമയത്ത് പ്രോമിസ് ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടെ വാങ്ങുന്നതാണ് ഫേം അണ്ടർറൈറ്റിംഗ്. Now, next one is complete underwriting or outright purchase. As the name indicate, ഒരു കമ്പനിയുടെ എല്ലാ ഷെയറും വാങ്ങുന്നതാണ് എന്ത് കംപ്ലീറ്റ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അണ്ടർറൈറ്റേഴ്സ് ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് അവരും ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്യില്ല, അവരിത് ആർക്ക് സെല് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിന് സെല് ചെയ്യും. തേർഡ് വൺ ഇസ് പാർഷ്യൽ ഓർ സ്റ്റാൻഡ് ബൈ അണ്ടർടേക്കിംഗ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഒരു പാർട്ട് ഓഫ് ദ ഷെയർ മാത്രമേ അത് കമ്പനിയുടെ വാങ്ങുള്ളൂ. നെക്സ്റ്റ് സിൻഡിക്കേറ്റ് അണ്ടർടേക്കിംഗ്. സിൻഡിക്കേറ്റ് അണ്ടർടേക്കിങ്ങും ജോയിന്റ് അണ്ടർടേക്കിങ്ങും ഏകദേശം ഒരുപോലെയാണ്. ഇതിൽ രണ്ടിലും ഫ്യൂ അണ്ടർറൈറ്റിംഗ് ഫേംസ് ഫോം എ സിൻഡിക്കേറ്റ് ജോയിന്റ്ലി ടു അണ്ടർറൈറ്റ് ദ ഇഷ്യൂ വളരെ വലുതാവുന്ന സമയത്ത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ കുറച്ചധികം കമ്പനീസ് ഒരുമിച്ച് വന്നിട്ട് വാങ്ങുന്നതാണ് സിൻഡിക്കേറ്റ് അണ്ടർറൈറ്റിംഗ്. ജോയിന്റ് അണ്ടർറൈറ്റിംഗിൽ ഏകദേശം സെയിം കാര്യമാണ് വരുന്നത്. The issuer company itself appoints more than one underwriter to induce burden. ഇവിടെ രണ്ടിനും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അണ്ടർറൈറ്റേഴ്സ് ഒരുമിച്ചിട്ടാണ് ഒരു ഇത് ഫോം ചെയ്യുന്നത്. ഇവിടെ കമ്പനീസ് ആണ് മോർ ദാൻ വൺ അണ്ടർറൈറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നത്, റെഡിയാക്കി വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സബ് അണ്ടർറൈറ്റിംഗ്. അണ്ടർറൈറ്റർ ഇതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അണ്ടർറൈറ്റർക്ക് തോന്നുന്നത് ഞാൻ ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല, ഭയങ്കര ബേർഡൻ ആണ് എനിക്കും തോന്നുന്ന സമയത്ത് അണ്ടർറൈറ്റർ അത് ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നതാണ് എന്ത്, സബ് അണ്ടർറൈറ്റിംഗ്. സോ ദർ ആർ 6 types of underwriting. മോർ ദാൻ ദിസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫേം, കംപ്ലീറ്റ്, പാർഷ്യൽ, സിൻഡിക്കേറ്റ്, ജോയിന്റ് ആൻഡ് സബ് അണ്ടർറൈറ്റിംഗ്. ഇനി നമുക്ക് ലാസ്റ്റ് ഫംഗ്ഷൻ നോക്കാം, ഡിസ്ട്രിബ്യൂഷൻ. Distribution is the sale of newly issued securities to the prospective investors. Distribute ചെയ്യാ securities, അത്രേ ഉള്ളൂ. ഓക്കെ, യൂഷ്വലി പെർഫോംഡ് ബൈ ബ്രോക്കേഴ്സ് ആൻഡ് ഡീലേഴ്സ്. ഇതാണ് 4 മെയിൻ ഫങ്ഷൻസ് ഓഫ് ആര്, പ്രൈമറി മാർക്കറ്റ്. ദാറ്റ് ഇസ് ഒറിജിനേഷൻ, പ്രൊപ്പഗേഷൻ, അണ്ടർറൈറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ ഈ ഒരു പാർട്ടിൽ പ്രൈമറി മാർക്കറ്റിന്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇഷ്യൂ എങ്ങനെ ഒരു പ്രൈമറി മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കും.